പലപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ കർത്താവിന് വേണ്ടി സമയം വേർതിരിക്കുന്നവരാ. പക്ഷെ ഒരു കാര്യം ചിന്തിക്കണം, നമ്മുടെ സമയത്തിന് എത്ര വിലയുണ്ടോ അതിൽ 1000 മടങ്ങ് നീ കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ ദൈവസന്നിധിയിൽ 10 മിനിറ്റ് ഇരിക്കുകയാണെങ്കിൽ അതിൽ 1000 മടങ്ങ് നിനക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പറഞ്ഞാൽ ഈ രാത്രി സ്തോത്രം ചെയ്യാൻ പറ്റൂ. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ടല്ലേ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ആ കർത്താവേ എന്താ നീ ഒന്നും പ്രവർത്തിക്കാത്ത, എനിക്ക് എന്താ കർത്താവേ ഇത്രയും താമസമാകുന്നത്, എൻ്റെ പ്രാർത്ഥന വിഷയത്തിൽ ഇത്രയും താമസമാകുന്നത് എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഈ രാത്രി ഞാൻ പറയാം, ഈ വചനത്തിൽ ഉറപ്പിച്ചു പറയാം, നീ ദൈവത്തിൽ മുട്ടുമടക്കാത്തത് കൊണ്ടാണ്. സ്തോത്രം, ഹല്ലേലൂയ. പലപ്പോഴും 1 മണിക്കൂർ മുട്ടുമടക്കി, 2 മണിക്കൂർ മുട്ടുമടക്കി, അയ്യോ കർത്താവ് 1 മണിക്കൂർ ഇരുന്നല്ലോ എന്ന് പറഞ്ഞ് എണീറ്റ് പോകുമ്പോഴേ ഒരു കാര്യം ചിന്തിക്കണം, എവിടെയാണോ പ്രാർത്ഥന കുറഞ്ഞത്, എവിടെയാണോ പ്രാർത്ഥന ബ്രേക്കാക്കിയത്, അടുത്ത ശത്രുവിന് നിന്റെ നേരെ ഒരു ഫയറ്റുണ്ട്. പ്രാർത്ഥന എവിടെ കുറച്ചോ അവിടെ അടുത്ത പരിപാടി അവന് നിന്നോട് ഫയറ്റുവാനാ. വചനം എന്താ പറയുന്നത്? ബലവാനെ പിടിച്ചിട്ടിട്ടല്ലാതെ ആമേൻ വീട്ടിനകത്തുള്ള ഒന്നും കവരാൻ കഴിയത്തില്ല. ആരാ ബലവാൻ? പ്രാർത്ഥിക്കുന്നവൻ. ആരാ ബലവാൻ? പ്രവചിക്കുന്നവൻ. ആരാ ബലവാൻ? ഉപവസിക്കുന്നവൻ. ആരാ ബലവാൻ? പ്രസംഗിക്കുന്നവൻ. ആരാ ബലവാൻ? ദൈവസന്നിധിയിൽ ഉണ്മയോടെ നിൽക്കുന്നവൻ. ആരാ ബലവാൻ? ദൈവസന്നിധിയിൽ കളങ്കം തീർത്ത് പ്രാർത്ഥിക്കുന്നവൻ. ആരാ ബലവാൻ? ദൈവസന്നിധിയിൽ ഉണ്മയോടെ ഉശിരോടെ പ്രൈസ് ദി ലോർഡ് കർത്താവിനോട് സംസാരിക്കുന്നവൻ. കർത്താവും ആ വ്യക്തിയുമായിട്ട് രാവും പകലും കമ്മ്യൂണിക്കേഷനിലേക്ക് ഏർപ്പെടുന്നവനാണ് യഥാർത്ഥമായ ഒരു പ്രാർത്ഥനാ വീരൻ. ഇവിടെ ഒരു ദിവസം പ്രാർത്ഥിക്കുകയാണെങ്കിൽ പിന്നെ പ്രാർത്ഥനയെ കാണത്തില്ല. എന്നിട്ട് പൂച്ച മോങ്ങുന്നത് പോലെ എവിടെയെങ്കിലും പോയി മോങ്ങിക്കൊണ്ടേയിരിക്കും. ഈ പഴയ വ്യക്തികൾ പറയുന്നത് പോലെ ക്രിസ്മസ് ഓണം വന്ന കോഴിക്ക് ഉറക്കമില്ലെന്ന് പറഞ്ഞതുപോലെ, എന്താ കോഴിക്ക് മാത്രം ഉറക്കമില്ലാത്തത്? ഉറങ്ങിക്കിടന്ന കോഴിയെ വരെ പിടിച്ചു വെട്ടുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് ഉറങ്ങിക്കിടക്കാതെ രാവും പകലും നിന്നെ ഏൽപ്പിച്ച് ചെയ്യാൻ അഭിഷക്തയെ തയ്യാറായി തീരുമാനമെടുക്കുമെങ്കിൽ നിന്നെ തൊടാൻ ശത്രു ഒന്ന് അറയ്ക്കും. ആമേൻ. ഇവിടെ അതല്ലേ വായിച്ചത്? ഞാൻ സേവിച്ചു നിൽക്കുന്ന. കണ്ടോ ആ വാക്ക്? കണ്ടോ എങ്ങനെ നമ്മൾ ദൈവത്തെ സേവിക്കുന്നത്? കല്യാണം കഴിക്കാൻ വേണ്ടിയാണോ? കല്യാണം കഴിച്ചല്ലോ, ഞാൻ ഇഷ്ടപ്പെട്ട പെണ്ണ് കിട്ടി, ഇനി പ്രാർത്ഥിക്കണ്ട, ഇനി പള്ളിയിൽ പോണ്ട, അതിനു വേണ്ടിയാണോ? ജോലി കിട്ടാൻ വേണ്ടിയാണോ ദൈവത്തെ സേവിക്കുന്നത്? നോ, ഒന്നും പ്രാപിക്കാൻ കഴിയില്ല. അകമൊടിഞ്ഞ് കർത്താവിനെ സ്നേഹിക്ക്, കർത്താവിന് വേണ്ടി പോരാട്, ദൈവസന്നിധിക്ക് വേണ്ടി നിന്നോട്. ദൈവം വലിയ അത്ഭുതങ്ങളെ ചെയ്യും. ഹല്ലേലൂയ. അടുത്തൊരു വാക്യത്തിലേക്ക് വരാം. സ്തോത്രം. ശിംശോന്റെ മേൽ ദൈവത്തിന്റെ ശക്തി വെളിപ്പെട്ടു. ശിംശോൻ ആരാ? ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടവൻ. 14-ാം അധ്യായം ന്യായാധിപന്മാർ 14-ാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 14:16 ഒന്ന് വായിച്ചേ. ന്യായാധിപന്മാർ. സ്തോത്രം. അതിന്റെ 16. ശിംശോന്റെ ഭാര്യ കരഞ്ഞു. വായിച്ചോ. ശിംശോന്റെ ഭാര്യ അവന്റെ മുമ്പിൽ കരഞ്ഞു. നീ എന്നെ സ്നേഹിക്കുന്നില്ല, എന്നെ ദ്വേഷിക്കുന്നു. എന്റെ അസ്മാദികളോട് ഒരു കടം പറഞ്ഞിട്ട് എനിക്കത് പറഞ്ഞു തന്നില്ലല്ലോ എന്ന് പറഞ്ഞു. വായിച്ചോ. അവൻ അവളോട്, എന്റെ അപ്പനും അമ്മയ്ക്കും ഞാനത് പറഞ്ഞു കൊടുത്തിട്ടില്ല, പിന്നെ നിനക്ക് പറഞ്ഞു തരുമോ എന്ന് പറഞ്ഞു. സ്തോത്രം. 14-ാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ ശിംശോന്റെ മേൽ വന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടായിരുന്നു. പക്ഷെ ആ ദൈവപ്രവൃത്തി അവന്റെ മേൽ നിന്ന് വിട്ടുമാറിയത് പല സമയത്ത്. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കൂ. ലേയിൽ ഒരു കുഴി
പിളർന്നു വെള്ളം പുറപ്പെട്ടു. ഒരു കുഴി അവിടെ പിളർന്നു. ഇന്ന് രാത്രി പ്രതീക്ഷിക്കാത്ത ഇടത്ത് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. ഇന്ന് രാത്രി ദൈവമേ, പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്ത് ഒരു കുഴി ഇങ്ങനെ പിളർന്ന് വെള്ളം പുറപ്പെട്ടു. 15-ാമത്തെ അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം വായിക്കുമ്പോ ആമേൻ, ഒരു കുഴി ഇങ്ങനെ പുറപ്പെട്ടു വരികയാ. ആമേൻ, സ്തോത്രം. ആ കുഴി ഇങ്ങനെ പുറപ്പെട്ടപ്പോൾ അവൻ കുടിച്ച് ചൈതന്യം പ്രാപിച്ച് വീണ്ടും ജീവിച്ച്. അതുകൊണ്ട് ആമേൻ, ഇന്ന് രാത്രി ദൈവം നിനക്ക് വേണ്ടി പിളർക്കുന്ന ഒരു കുഴി ആരാലും ആമേൻ സംഭവിക്കില്ല. ഇനി ആരാലും ഇത് നിന്റെ ജീവിതത്തിൽ തുറക്കപ്പെടില്ല എന്ന് പറഞ്ഞ് ബന്ധിച്ച് അടച്ചു വച്ച ചില കുഴികൾ ഇന്ന് രാത്രി പിളർന്നു വരാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് വായിച്ചേ, 15-ാമത്തെ അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അപ്പോൾ ദൈവം ലേഹിയിൽ ഒരു കുഴി പിളരുമാറാക്കി അതിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു. അവൻ കുടിച്ച് ചൈതന്യം പ്രാപിച്ചു വീണ്ടും ജീവിച്ചു. അതുകൊണ്ട് അതിന് ഏൻ ഹക്കോരെ എന്ന് പേരായി. അത് ഇന്നുവരെയും ലേഹിയിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവൻ ചൈതന്യം പ്രാപിച്ച തൊട്ട് മുൻപ് നമുക്ക് ആ അധ്യായം പഠിക്കുമ്പോൾ ആമേൻ, ദൂതുകൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. ദൈവമക്കള് ആ അധ്യായങ്ങൾ വായിക്കണം. എങ്ങനെ ശിംശോന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് കയറി വന്നു എന്നുള്ള കാര്യവും ഇന്ന് രാത്രി ആ കുഴി പിളർന്നു പ്രാർത്ഥിക്കുന്നവന്റെ മേൽ, ആത്മാവ് പ്രാപിച്ചവന്റെ മേൽ ഇന്ന് രാത്രി അസാധ്യങ്ങളുടെ മേൽ ഒരു കുഴി പിളർന്നു വരാൻ പോകുകയാ. തങ്ങമേന്റി പ്രാർത്ഥിച്ചോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പ്രവൃത്തി ജീവിതങ്ങളിൽ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പറഞ്ഞാൽ ശമനവരഗതരാഗര വൈഡകരാജകൽക്കനാദി ഒരു കുഴിയുന്ന രാത്രി സ്തോത്രം പുറപ്പെട്ടു വരികയാണ്. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഫിലിസ്ത്യരുടെ മുൻപിൽ അവരെ ചുട്ടു കൊന്നുകളയുമെന്ന് പറഞ്ഞ് ഫിലിസ്ത്യൻ അവരുടെ മുൻപിൽ ചട്ടം കെട്ടുമ്പോൾ ഇന്ന് രാത്രി ശ്രദ്ധിക്കണം. എത്ര ഫിലിസ്ത്യൻ അഭിഷേകത്തിന്റെ മേൽ ഇനി ചട്ടം കെട്ടിയാലും നടക്കത്തില്ല. കാരണം അവനെ വിളിച്ചത് വിശ്വസ്തനാണ്, അവനെ വിളിച്ചവൻ ദൈവമാണ്. എന്ന് രാത്രി നിന്റെ മേൽ എത്ര ശത്രു ആധിപത്യം ചൊലുത്തിയാലും ഈ രാത്രി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ നടുവിൽ ദൈവത്തിന്റെ സ്തോത്ര സന്നിധിയിൽ സന്നിധി ബോധത്തോടെ കാത്തിരിക്കുന്ന വിഷയത്തിന് ഇന്ന് രാത്രി മറുപടി ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ രാത്രി എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും? ദൈവാത്മാവ് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു. നമ്മുടെ കൂടെ ചേർന്ന് നിന്നവർ, നമ്മെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് വിചാരിച്ചവർ, നമ്മെ നാളെ നമ്മുടെ കൂടെ ചേർന്ന് ഉണ്ടാകുമെന്ന് വിചാരിച്ചവർ, അവരൊന്നും കാണാതിരിക്കുമ്പോൾ ഹല്ലേലൂയ, അവരെല്ലാം ഒരു സുപ്രഭാതത്തിൽ വിട്ടുപോകുമ്പോൾ വിട്ടുപോകാത്തൊരു ദൈവം ഇന്ന് രാത്രി ചില വിഷയത്തിന് നടുവിൽ ഇറങ്ങി വന്നു. അത് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം എന്ന് പറഞ്ഞാൽ ഈ രാത്രി എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? ഹല്ലേലൂയ. ആമേൻ. അത് ഇന്നുവരെയും ആ സ്ഥലത്തുണ്ട്. കാരണം ഒരു അത്ഭുതത്തിന് വേണ്ടി മാത്രം തുറന്നിട്ട് ആ ഉറവ അടയ്ക്കത്തില്ല. ആമേൻ. ഒരു അത്ഭുതം ചെയ്തിട്ട് ഉറവ അടഞ്ഞു പോകത്തില്ല. അത് തുറന്നിരിക്കും. ദൈവം തുറന്ന ഉറവയാണെങ്കിൽ അത് തുറന്നിരിക്കും. ദൈവം തുറന്ന വഴിയാണെങ്കിൽ അത് തുറന്നിരിക്കും. ദൈവം ചെയ്ത അത്ഭുതമാണെങ്കിൽ അത് തുറന്നിരിക്കും. അത് ആർക്കും അടയ്ക്കാൻ കഴിയില്ല. അത് ആരെക്കൊണ്ട് മൂടാൻ കഴിയില്ല. അത് ആരെക്കൊണ്ടും അതിനെ ബ്ലോക്ക് ചെയ്യാൻ കഴിയില്ല. ഓ റിബലബ ശമനവരഗതുനി അതുരകരാജകൽക്കനാദി. ദൈവം തരുന്നതാണെങ്കിൽ ഇന്ന് രാത്രി ദൈവം തരുന്നതിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ആമേൻ. ദൈവത്തിന് ഇന്ന് രാത്രി ചില അത്ഭുതങ്ങൾ ചെയ്യുവാനുണ്ട് കേട്ടോ. ജീവിതങ്ങളിൽ ചില അത്ഭുതങ്ങൾ ചെയ്യുവാനുണ്ട്. നോക്കിക്കേ. പ്രൈസ് ദി ലോർഡ്. ഏലിയാവിനോട് ആമേൻ ദൈവം എന്താ പറഞ്ഞേ? നീ ഒരു കാര്യം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. നീ ആമേൻ സ്തോത്രം, ഞാൻ നിന്നോട് പറയുന്നത് പോലെ നീ എന്ത് ചെയ്യണം? ഞാൻ നിന്നോട് പറയുന്നത് പോലെ. സ്തോത്രം. ദൈവം പറയുന്നത് പോലെ ചെയ്യാൻ തയ്യാറുണ്ടോ? ഇന്ന് രാത്രി മീറ്റിംഗ് കഴിഞ്ഞ് എണീക്കുമ്പോൾ നിനക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുന്നൊരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം പറയുന്നത് പോലെ ചെയ്യാൻ ഇന്ന് രാത്രി തയ്യാറാണോ? പ്രൈസ് ദി ലോർഡ്. ഓക്കേ. ആമേൻ. യാബേക്ക് മതിൽ കെട്ട് പട്ടണമതിൽ
27,000 പേരുടെ മേൽ വീണപ്പോൾ ദൈവത്തിനൊരു പ്രവൃത്തി ഉണ്ടായിരുന്നു. എല്ലാവരെയും കൂടെ കൂട്ടി ആ മതിലിന്റെ സൈഡിൽ കൊണ്ടൊന്ന് നിർത്തി. സ്തോത്രം. ആമേൻ. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോളണേ. ശത്രു ഒരെണ്ണം പോലും ചാടിപ്പോകാതെ തമ്പുരാൻ എല്ലാത്തിനെയും കൂടെ കൂട്ടി ഒരു സൈഡിൽ കൊണ്ടുവന്ന് ആമേൻ ഒതുക്കി വച്ചിട്ടാണ് ദൈവത്തിന്റെ പണി. എന്ന് രാത്രി ശ്രദ്ധിക്കണം. ആമേൻ. നീ പ്രാർത്ഥിച്ചിട്ടും മുട്ടുമടക്കിയിട്ടും ഒന്നും സംഭവിക്കുന്നില്ല എന്ന് ആരെങ്കിലും വിചാരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ആ വിചാരം മാറ്റിവെക്ക്. ദൈവത്തിന് ഇത്രയും പേര് ഇനി ഉണ്ട് ബാക്കി. ഈ മതിലിന്റെ സൈഡിൽ ബാക്കി എല്ലാവരെ കൂടെ കൊണ്ടുവന്ന് ഒരുമിച്ച് കൂട്ടി ആമേൻ മതിലിന്റെ സൈഡിൽ ഒളിപ്പിച്ച ശേഷമേ അവർ സേഫ്റ്റി എന്ന് അവർ ചിന്തിക്കുന്ന സമയത്താണ് മതിൽ മറിച്ചിടുന്നത്. ഇന്ന് രാത്രി ശ്രദ്ധിക്കണമേ. ദൈവത്തിന്റെ പ്രവൃത്തിക്കായി, ദൈവത്തിന്റെ സാന്നിധ്യത്തിനായി, ദൈവത്തിന്റെ ആമേൻ അത്ഭുത കരുതലിനായി ഇന്ന് രാത്രി കാത്തിരിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ചിലതൊക്കെ അല്പ താമസിക്കും. പ്രൈസ് ദി ലോർഡ്. ലൂക്കായുടെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം. ലൂക്കായുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യം വായിച്ചേ. ആകാശം 3 ആണ്ടും 6 മാസവും അടഞ്ഞിട്ട് ദേശത്തെങ്ങും മഹാക്ഷാമം ഉണ്ടായപ്പോൾ ഇസ്രായേലിൽ പല വിധവമാർ ഉണ്ടായിരുന്നു എന്ന് ഞാൻ യഥാർത്ഥമായി നിങ്ങളോട് പറയുന്നു. ഒന്നുകൂടെ വാക്യം വായിച്ചേ, ഉറച്ചു വായിച്ചേ. ഏലിയാവിന്റെ കാലത്ത് ആകാശം 3 ആണ്ടും 6 മാസവും അടഞ്ഞിട്ട് ദേശത്തെങ്ങും മഹാക്ഷാമം ഉണ്ടായപ്പോൾ ഇസ്രായേലിൽ പല വിധവമാർ ഉണ്ടായിരുന്നു എന്ന് ഞാൻ യഥാർത്ഥമായി നിങ്ങളോട് പറയുന്നു. ഇസ്രായേലിൽ പല വിധവമാരും ഉണ്ടായിരുന്നു എന്ന് ദൈവം യഥാർത്ഥമായി പറയുക. പ്രൈസ് ദി ലോർഡ്. 3 ആണ്ടും 6 മാസവും ദേശത്തിൽ ക്ഷാമവും മഴയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താ വൈദ്യനായ ലൂക്കോസ്, ഡോക്ടറായിരിക്കുന്ന വൈദ്യനായിരിക്കുന്ന ഈ മനുഷ്യൻ എന്തുകൊണ്ടാ 4-ാമത്തെ അധ്യായത്തിൽ 25-ാമത്തെ വാക്യത്തിലേക്ക് ഈ ഒരു വാക്യം കൊണ്ട് വച്ചിരിക്കുന്നതെന്ന് അറിയാമോ? 1-ാമത്തെ അധ്യായം നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ കാണാൻ കഴിയുന്നു ദൈവപ്രവൃത്തി വെളിപ്പെടുന്നു. 2-ാമത്തെ അധ്യായത്തിലും പരിശുദ്ധാത്മാവ് ശക്തി വെളിപ്പെടുന്നു. 3-ാമത്തെ അധ്യായം 4-ാമത്തെ അധ്യായത്തിൽ യേശു കർത്താവ് യോർദാനിൽ സ്നാനമേറ്റ് യോർദാൻ വിടുമ്പോൾ സ്വതന്ത്രം പൈശാചികൻ യേശു കർത്താവിനെ 40 ദിവസം പരീക്ഷിച്ചു. സ്തോത്രം. പരീക്ഷണമെല്ലാം കഴിഞ്ഞിരിക്കുമ്പോൾ അടുത്തൊരു പരീക്ഷണം. പ്രൈസ് ദി ലോർഡ്. എന്ന് രാത്രി ചില പരീക്ഷണത്തിന്റെ മധ്യത്തിൽ നീ ആയിരിക്കുകയാണെങ്കിൽ വിധവയെ പോറ്റുന്ന ദൈവം പറയുന്നു 3 വർഷവും 6 മാസവും മഴ പെയ്യാതെ ദേശത്ത് ക്ഷാമം കൊടികുത്തി വാഴുമ്പോൾ ഒന്നും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നില്ല, ഒന്നുപോലും ഭൂമിയിൽ നിന്ന് മുളച്ചു പൊങ്ങുന്നില്ല, ഒന്നുപോലും അതിന്റെ ഫലം കൊടുക്കുന്നില്ല. കാരണം മഴ പെയ്യുന്നില്ല, മഞ്ഞില്ല. മഞ്ഞിന്റെ മാസത്തിലും മഞ്ഞ് വരുന്നില്ല, മഴയുടെ മാസത്തിലും മഴയില്ല. വെറും വെയിൽ മാത്രം. കൊടും ക്ഷാമമായി. കൃഷിയെല്ലാം നശിച്ചു. എല്ലാ വിത്തുകളും ഭൂമിക്കടിയിൽ പട്ടുപോയി. എല്ലാ വിത്തുകളും ഭൂമിക്കടിയിൽ വെയിലിന്റെ ചൂടേറ്റ് കരിഞ്ഞുപോയി. പക്ഷെ ഇന്ന് രാത്രി ദൈവം പറയുന്നു ചിലത് പൊങ്ങി വരുന്ന രാത്രി അത്രേ. വൈഡകരാജകൽക്കനാദി. എത്ര വർഷം ഭൂമിക്കടി കിടന്നാലും, പ്രൈസ് ദി ലോർഡ്, എത്ര വർഷം ഭൂമിക്കടി കിടന്നാലും ഈ വിത്തിന് ഒരു സമയമുണ്ട്. കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ വാക്യം ഇങ്ങനെ ചിന്തിച്ചു വന്നപ്പോ ഒരു ദൂത് കയറി വരികയാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. യോബിന്റെ പുസ്തകത്തിൽ ഒരു വാക്യം ഇങ്ങനെ ഉണ്ട്, വായിക്കണ്ട, ഞാൻ പറഞ്ഞു വിട്ടോളാം. അവിടെ പറയുന്നത് ആമേൻ സ്തോത്രം, ഒരു വൃക്ഷമായാൽ അതിന് പ്രത്യാശയുണ്ട്, അത് വെട്ടിക്കളഞ്ഞാലും അതിന്റെ കുറ്റി മണ്ണിൽ ചെത്ത് അലിഞ്ഞു ചേർന്ന് പോയാലും. പക്ഷെ ഒരു ദൂത് പിന്നെയും പറയുന്നു, ആ ദൂതിന്റെ പൂർത്തീകരണം ഇതാണ്: വെള്ളത്തിന്റെ ഗന്ധം തട്ടുമ്പോൾ ഇത് അനേക മുളകളായി ശിഖരങ്ങളായി പുറത്തു വരുമെന്ന് പമേൽ തന്റെ യോബ് തന്റെ കഷ്ടതയിൽ ദൈവത്തോട് വിളിച്ചു പറയുമ്പോൾ ഇന്ന് രാത്രി മറന്നു പോകരുത്. ദൈവകുഞ്ഞെ, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരുമെന്ന് ഇന്ന് രാത്രി നീ വിശ്വസിക്കുമെങ്കിൽ ചിലത് മണ്ണിനടിയിൽ ചവിട്ടി താഴ്ത്തി വച്ചത് നന്മകൾ പലതും ഭൂമിക്കടിയിൽ പിളർന്നു പോയെങ്കിൽ, ഭൂമിക്കടിയിൽ ചെത്ത് നശിച്ചു പോയെങ്കിൽ, പലതും കൈവിട്ടു പോയെങ്കിൽ, പലതും സ്വരിച്ചു വച്ചതെല്ലാം
മാറിപ്പോയെങ്കിൽ ഇന്ന് രാത്രി തമ്പുരാൻ പറയുന്നു, നിന്റെ ജീവിതത്തിനകത്ത് ദൈവാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുന്ന ദിവസങ്ങളാ. ഹല്ലേലൂയ. എന്തുകൊണ്ടാ അങ്ങനെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്? എന്തുകൊണ്ടാ അങ്ങനെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്? ആ ദൂതെന്താ അങ്ങനെ വന്നത്? നിന്റെ പ്രാർത്ഥനയുടെ മറുപടി ചില നാളുകൾ കഴിഞ്ഞാലും അത് നിവർത്തിച്ചു വരും. പ്രൈസ് ദി ലോർഡ്. ഒരു വൃക്ഷമായാൽ അതിന് പ്രത്യാശിക്കാൻ വകയുണ്ട്. ആമേൻ. ഇയ്യോബിന്റെ പുസ്തകം 7, ഇയ്യോബിന്റെ പുസ്തകം 8, ഇയ്യോബിന്റെ പുസ്തകം 9, 10, 11, 12, 13, 14, 15, 42, 39, ആമേൻ, 6, 1:13, 29:21, 27:16 ഇത്യാദി വാക്യങ്ങളും വചനങ്ങളും നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇതിനകത്ത് പ്രത്യാശയോടെ പറയുന്നതാണ്, നഷ്ടപ്പെട്ടു പോയതിന് ഇരട്ടിയായി കൊടുക്കാൻ ഒരു ദൈവം ഇയ്യോബിന് ഉള്ളത് കൊണ്ട്, മധ്യസ്ഥ അണയ്ക്കുന്നത് കൊണ്ട്, ഇതിനകത്ത് ആരെങ്കിലും വിഷമത്തോടും കണ്ണീരോടും ഇതിനകത്ത് ആരെങ്കിലും മുട്ടുമടക്കിയിട്ടുണ്ടെങ്കിൽ ദൈവാത്മാവ് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, നിനക്ക് വേണ്ടി വഴി തുറക്കാൻ എന്റെ ദൈവം സർവശക്തനാണ്. നിന്റെ കണ്ണീരും പ്രാർത്ഥനയും തീർന്നു പോയിട്ടില്ല. ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. കണ്ണീരും പ്രാർത്ഥനയും മാറിപ്പോയിട്ടില്ല. ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി കർത്താവ് മാറിയിരിക്കുകയാ. നിനക്ക് ഒരു വിശാലത വരാൻ വേണ്ടി, നിനക്ക് വേണ്ടി വഴി തുറക്കാൻ, ഒരു വാതിൽ തുറക്കാൻ, നിനക്ക് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് പട്ടണ വാതിൽ തുറന്നിടുവാൻ. ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ആനയെ കൊണ്ട് പിടിച്ചടപ്പിക്കുന്ന വാതിലുകൾ നിനക്ക് വേണ്ടി ഒരു രാത്രി തുറന്നിടുവാൻ ദൈവാത്മാവിന് സ്നേഹം തോന്നിയെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, ആമേൻ, സ്തോത്രം, നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. എനിക്കൊന്ന് മനസ്സിലാകുന്നുണ്ട്, ഇന്ന് രാത്രി അതൊക്കെ കുടുംബത്തിനകത്ത് ദൈവാത്മാവ് പറയുന്നു, ചവിട്ടി താഴ്ത്തി വച്ചിരിക്കുന്ന ഇനി ഒരിക്കലും ഈ നന്മ നീയോ നിന്റെ തലമുറയോ പ്രാപിക്കില്ല എന്ന് പറഞ്ഞ് നിന്റെ വീട്ടുമുറ്റത്ത് വന്ന് ശപിച്ച ശാപങ്ങൾ ഇന്ന് രാത്രി പറ, തിരിച്ചു പോകാൻ പറ, അധികാരത്തോടെ പറ. എന്റെ തലമുറയെ നോക്കി ശപിച്ച ശാപം, എന്റെ ശുശ്രൂഷയെ നോക്കി ആമേ ശപിച്ച ശാപം, എന്റെ ഉയർച്ചയെ നോക്കി ശപിച്ച ശാപം ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അത് എനിക്കല്ല വേണ്ടത്, പറഞ്ഞവർക്ക് തിരിച്ചു പോകട്ടെന്ന് പറയാൻ ഇന്ന് രാത്രി ചങ്കൂറ്റമുണ്ടെങ്കിൽ പറ, അത് തിരിച്ചു പോകുന്ന രാത്രിയാ. ശമനപരഗതനാഗര വൈഡകരാജകൽക്കനാദി. ദൈവാത്മാവിന് ഇന്ന് രാത്രി ചിലതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ചില കാര്യങ്ങൾ ദൈവത്തിന് ഇന്ന് രാത്രി നിന്റെ കുടുംബത്തോട് സംസാരിപ്പാനുണ്ട് കേട്ടോ. നിന്റെ കുടുംബത്തോട് സംസാരിപ്പാനുണ്ട് കേട്ടോ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിന് ഇന്ന് രാത്രിയിൽ പെട്ടകത്തിന്റെ മുൻപിൽ കമണ് വീണ്, ആമേൻ, പ്രൈസ് ദി ലോർഡ്, നീ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ, ആമേൻ, സ്തോത്രം, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാൻ പറ്റുമോ? പെട്ടകത്തിന് മുമ്പിൽ അകത്ത് ആമേ 3 കാര്യം ഇരിപ്പുണ്ട്. 1 ആമേ മന്ന, 2 മന്ന ഇട്ടു വെച്ച പൊൻപാത്രം, 3 അഹരോന്റെ തളർത്ത വടി. ഈ 3 കാര്യം അതിനകത്ത് ഇരിക്കുമ്പോൾ അതിനകത്തൊരു നിയമപ്പെട്ടകമുണ്ട് കേട്ടോ. അതിനകത്ത് 3 കാര്യമുണ്ട്. അതുകൊണ്ട് ആ പെട്ടകത്തിന് മുമ്പിൽ കമണ്ണ് വീണ് കരഞ്ഞത് കൊണ്ട് ഒന്നും സംഭവിക്കാൻ, നിനക്ക് നഷ്ടമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എത്രത്തോളം കരയുമോ, എത്രത്തോളം ഉപവസിക്കുമോ, എത്രത്തോളം ആമേ കർത്താവിന് മുമ്പിൽ സമർപ്പിക്കുമോ, കർത്താവിന് മുമ്പിൽ എത്രത്തോളം ആമേ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ആമേ നിലവിളിക്കുമോ, നിലവിളിക്ക് മറുപടി തരുന്ന ഒരു ദൈവമുണ്ടെന്ന് രാത്രി. ഹല്ലേലൂയ. 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 5-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം മുതൽ 12-ാമത്തെ വാക്യം വരെ വായിച്ചു വരുമ്പോൾ ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഫെലിസ്ത്യർക്ക് ആമേൻ സ്തോത്രം മൂലരോഗം പിടിച്ചു. കാരണം ഒറ്റ പ്രാർത്ഥന. ആമേ സ്തോത്രം, ദൈവത്തിന്റെ മുൻപിൽ ആമേ സ്തോത്രം ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ആമേ സ്തോത്രം തന്റെ ജനത്തിന് നേരെ വന്ന ചില ശാപങ്ങളെ ദൈവം തിരിച്ചയച്ചു. ശബലപരഗതന വൈഡകരാജകൽക്കനാദി. നിന്റെ കുടുംബത്തിന് നേരെ വരേണ്ട ശാപങ്ങൾ, തലമുറയ്ക്ക് നേരെ വരേണ്ട നിന്റെ പ്രൈസ് ദി ലോർഡ് ഇത്രത്തോളം കൊണ്ടുവന്നിട്ട് ഇനി ഇല്ല എന്ന് പറഞ്ഞ് ശത്രു മാറ്റി നിർത്തുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്ന് രാത്രി പറയുന്നു, കമണ് വീഴുവാൻ, കരയുവാൻ, ഉപവസിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, സമർപ്പിക്കുവാൻ. ആമേ നിന്നെ നിന്ദിച്ച ആമേ വ്യക്തിയുടെ മുൻപിൽ നിന്റെ നിന്ദകളെ ഇന്ന് രാത്രി മാറ്റിക്കളയുന്ന ഒരു ദൈവമാണെന്ന് പറഞ്ഞാൽ ഈ രാത്രി സ്തോത്രം പറയാൻ പറ്റുമോ? ആമേൻ. ശമനപരഗതന വൈഡകരാജകൽക്കനാദി. ആമേ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ മുൻപിൽ ആമേ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ, കമന്നു വീഴുവാൻ,
ആമേ ദൈവ മുമ്പിലേക്ക് സമർപ്പിച്ചു കൊടുക്കാൻ. ഹോ, നീ ആരോ മുമ്പിലാ കമണ് വീണത്? ദൈവത്തിന് മുമ്പിലല്ലേ? ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോകുകയാ. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യാൻ പോകുകയാ. ഞാൻ ഇന്ന് രാത്രി ആ വെളിപ്പാട് കണ്ടു പറയുകയാ. നീ ഒരു രോഗം, നിന്റെ തലമുറയ്ക്കൊരു രോഗം, നിന്റെ കുടുംബനാഥന് രോഗം വന്ന് ഈ ഭൂപരപ്പിൽ നിന്ന് മാറ്റപ്പെട്ടു പോകും എന്ന് പറഞ്ഞ് ശത്രു വിധി എഴുതുന്നെങ്കിൽ ഇന്ന് രാത്രി പറ, ദേശത്തിൽ കമന്ന് വീണോ, പ്രാർത്ഥിച്ചോ. ഈ രാത്രിയിൽ സ്തോത്രം, ദൈവം പറയുന്നു അത് തിരിച്ചു പോകുന്ന ഒരു രാത്രിയാണ്. ഇതൊന്നും എനിക്ക് വേണ്ട എന്ന് പറ. കർത്താവേ, ഇതൊന്നും എനിക്കോ എൻ്റെ കുടുംബത്തിനോ താങ്ങാൻ കഴിയില്ല. ഇത് ആരാ ഇങ്ങോട്ട് അയച്ചത്? അങ്ങോട്ട് തന്നെ പോട്ടെ. എനിക്ക് ആരോടും എനിക്ക് വൈരാഗ്യമില്ല. ഇത് അങ്ങോട്ടിന്ന് രാത്രി പോട്ടെ. ഹല്ലേലൂയ. അങ്ങോട്ടിന്ന് രാത്രി പോട്ടെ, അങ്ങോട്ടിന്ന് രാത്രി പോട്ടെ. ആ ശാപം ഇന്ന് രാത്രി അഴിയട്ടെ. ദിനീഷ് ബ്രദറെ, കർത്താവിന്റെ ദാസിയെ, ഈ രാത്രിയിൽ ചില പൂട്ടുകൾ തുരുമ്പെടുത്ത് കിടക്കുന്ന, പൂട്ടിയിട്ട ചില പൂട്ടുകൾ തുരുമ്പെടുത്ത് കിടക്കുന്ന, തുറക്കാൻ കഴിയാത്തത് പലതും ഇന്ന് രാത്രി കർത്താവ് ചവിട്ടി തകർക്കുന്ന രാത്രിയാ. ഉടബൽക്കമനപരഗതുനി പ്രാർത്ഥിച്ചോ, ദൈവമഹത്വം വെളിപ്പെടുക കേട്ടോ. ഓമന സിസ്റ്ററെ പ്രാർത്ഥിച്ചോ. വസ്തു സംബന്ധമായ ചില സ്തോത്രം തുരുമ്പിടിച്ചിരിക്കുന്ന ചില വിഷയങ്ങൾക്കകത്ത് ദൈവപ്രവൃത്തി ഇന്ന് രാത്രി വെളിപ്പെടുമെന്ന് പറഞ്ഞാൽ സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ആമേൻ. ദൈവം ചെയ്ത അത്ഭുതങ്ങളൊന്നും മറന്നു പോകരുത്. ആമേൻ. ദൈവം ചെയ്ത നന്മകളൊന്നും ഓർത്ത് ഭാരപ്പെട്ട് സ്തോത്രം മിണ്ടാതിരിക്കരുത് കേട്ടോ. എന്ന് രാത്രിയിൽ ദൈവത്തോടൊന്ന് പറഞ്ഞ്, ദൈവമേ, ഇന്ന് രാത്രി നീ അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ കമണ് വീണ് കരയുക. വായിച്ച് 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 5-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ ചെറിയ വാക്യങ്ങളൊന്ന് വായിച്ച്. വായിച്ചോ വേഗത്തിൽ. ഫെലിസ്ത്യർ ദൈവത്തിന്റെ പെട്ടകം എടുത്ത് അതിനെ ഏബേനെസരിൽ നിന്ന് അസ്തോദിലേക്ക് കൊണ്ടുപോയി. ഫെലിസ്ത്യർ ദൈവത്തിന്റെ പെട്ടകം എടുത്ത് ദാഗോന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുചെന്ന് ദാഗോന്റെ അരികെ വെച്ചു. പിറ്റന്നാൾ രാവിലെ അസ്തോദർ എഴുന്നേറ്റപ്പോൾ ദാഗോൻ യഹോവയുടെ പെട്ടകത്തിന്റെ മുമ്പിൽ കവിണ്ണു വീണ് കിടക്കുന്നത് കണ്ടു. അവർ ദാഗോനെ എടുത്ത് വീണ്ടും അവന്റെ സ്ഥാനത്ത് നിർത്തി. പിറ്റന്നാൾ രാവിലെ അവർ എഴുന്നേറ്റപ്പോൾ ദാഗോൻ യഹോവയുടെ പെട്ടകത്തിന്റെ മുമ്പിൽ കവിണ്ണു വീണ് കിടക്കുന്നത് കണ്ടു. ദാഗോന്റെ തലയും അവന്റെ കൈപ്പത്തികളും ഉമ്മരപ്പടിമേൽ മുറിഞ്ഞു കിടന്നു. ദാഗോന്റെ ഉടൽ മാത്രം ശേഷിച്ചിരുന്നു. അതുകൊണ്ട് ദാഗോന്റെ പുരോഹിതന്മാരും ദാഗോന്റെ ക്ഷേത്രത്തിൽ കടക്കുന്നവരും അസ്തോദിൽ ദാഗോന്റെ ഉമ്മരപ്പടിമേൽ ഇന്നും ചവിട്ടുമാറില്ല. തന്റെ ജനം ഈ പെട്ടകം കൊണ്ടുവരുമ്പോൾ തന്നെ പകുതി വഴി തകർത്ത് കളയാൻ വേണ്ടി പല പ്രാവശ്യം പല പദ്ധതികൾ ഒരുക്കിയതാ. പക്ഷേ ആ പെട്ടകം ഇരിക്കുന്നത് എവിടെയെന്ന് അറിയാമോ? താഴോട്ട് നിങ്ങൾ വായിക്കണേ പിന്നീട്. പ്രൈസ് ദി ലോർഡ്. വിട്ടുപോകരുതേ. അതിൻ്റെ 12-ാമത്തെ വാക്യം വരെ അത് മൊത്തം വായിച്ചോ, കുഴപ്പമില്ല. പ്രൈസ് ദി ലോർഡ്. ദാഗോനെ അഭിഷേകമുള്ളവന്റെ മുമ്പിൽ വലിയ ദൂരം നിൽക്കത്തില്ല. സ്തോത്രം. നിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേക തൈലത്തിന്റെ മുൻപിൽ ശത്രു നിൽക്കത്തില്ലെന്ന് രാത്രി. ആമേൻ. ആമേ. കർത്താവിൻ്റെ അഭിഷക്തയെ മാതാവേ പിതാവേ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ മേൽ ദൈവം പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ മുമ്പിൽ അവന് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. കാരണം ഇസ്രായേൽ ജനം, ദാവീദ് തുടങ്ങി സകലരും പെട്ടകത്തിന് മുമ്പിൽ കമന്ന് വീണ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാ. സ്തോത്രം. അവർ പ്രാർത്ഥിച്ച് അവരെ തകർക്കാൻ വേണ്ടി ശത്രു ആ പ്രൈസുള്ള പദ്ധതികൾ ഒരുക്കുമ്പോൾ ഇന്ന് രാത്രി ശ്രദ്ധിക്കണം. ദൈവദാസന്മാരുടെ നേരെ, ദൈവമക്കളുടെ നേരെ ശത്രു ഏതെങ്കിലും വശത്തിൽ പ്ലാനുകൾ പദ്ധതികൾ ഒരുക്കുന്നെങ്കിൽ ദാഗോന്യ ക്ഷേത്രത്തിൻ്റെ ശക്തികൾ തൻ്റെ കുടുംബങ്ങളിൽ തൻ്റെ ശുശ്രൂഷകളിൽ ആഞ്ഞടിക്കുന്നു എങ്കിൽ ഇന്ന് രാത്രി അവൻ്റെ അടിസ്ഥാനം തകരുന്ന രാത്രിയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദേശത്തിലെ പല്ലും തള്ളി 5ഉം 8ഉം കൈകളുമായിട്ട് നാക്കും തള്ളിയിരിക്കുന്ന പൈശാചിക ശക്തികളെ കണ്ട് ഭാരപ്പെട്ടു പോകരുത് കേട്ടോ. അതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറയണം, പിശാചേ, നിന്റെ അധപ്പതനം ഉടനെ ഉണ്ട്. ശമനപരഗതുനി വൈഡകരാജകൽക്കനാദി. ശത്രുവേ, നിന്റെ ശക്തി ഇന്ന് രാത്രി തകരുകയാ. നിനക്ക് ഈ ദേശത്ത് കാര്യമില്ല. ഇത് ദൈവജനം ആരാധിക്കുന്ന ദേശമാ. ഈ ദൈവജനം പ്രാർത്ഥിക്കുന്ന ദേശമാ. നിന്റെ പദ്ധതികൾ ഇന്ന് തകരുമെന്ന് പറയാൻ ഈ രാത്രി എത്ര പേർ കഴിയും? അങ്ങനെ ഉള്ളവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ. എത്രയവൻ താഴെ വീണാലും അഭിഷക്തൻ പറയുന്നത്, ഞാൻ നിൽക്കുന്നത്
ഞാൻ സേവിച്ച് നിൽക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ നാവ് ചലിപ്പിക്കുന്നു. ഇനിമേൽ മഴയും മഞ്ഞും പെയ്യത്തില്ല. 3.5 വർഷം. കണ്ടോ? 3.5 വർഷം. പ്രാർത്ഥിക്ക്. ചില 3.5 വർഷത്തിൽ ചില കെട്ടുകൾ പൊട്ടുകയാ. സ്തോത്രം. 3.5 വർഷം കൊണ്ട് നീ ഭാരപ്പെടുന്ന ചില വിഷയത്തിന് നടുവിൽ ദൈവപ്രവൃത്തി ഇന്ന് രാത്രി അയക്കാൻ പോകുകയാ. മഴ പെയ്യ്ക്കുന്ന രാത്രിയാ. ആമേൻ. ഇനി സ്തോത്രം, ശാപങ്ങൾ ശപിച്ച് ഇനി മുമ്പിലോട്ട് പോകാൻ ദൈവം അനുവദിക്കത്തില്ല എന്ന് രാത്രി ദൈവം പറയുക. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പ്രവൃത്തി അതിൻ്റെതായ സമയത്ത് വെളിപ്പെടും. അതിനുവേണ്ടി ഈ ദിവസങ്ങൾ ദൈവജനം ശക്തമായി പ്രാർത്ഥിച്ചോ. ആമേൻ. 6-ാമത്തെ അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം വായിക്കപ്പെടുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു, യഹോവയുടെ പെട്ടകത്തിൽ ആമേൻ സ്തോത്രം നോക്കുക, ആമേൻ സ്തോത്രം എന്ന് പറഞ്ഞ് അവർ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ പ്രവൃത്തി ആ പെട്ടകത്തിനകത്തുനിന്ന് പുറത്ത് ജനത്തിൻ്റെ ഇടയിലേക്ക് ആമേൻ ഒരു തീപ്പന്തം നിരത്തടിക്കുന്നത് പോലെ, ഒരു സ്പാർക്കിങ് പോലെ ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. ദൈവമൈതലേ, നിന്നെ കയ്യിരിക്കുന്ന ദൈവത്തിൻ്റെ നിയമപെട്ടകമുണ്ടല്ലോ, ഈ പെട്ടകത്തിനകത്ത് നിന്ന് രാത്രിയിൽ ഒരു സ്പാർക്കിങ് പുറപ്പെടുകയാ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നീ എടുത്തുകൊണ്ടാണോ നീ പ്രാർത്ഥിക്കുന്നതും നെഞ്ചോട് അണച്ചു വെച്ചാണോ നീ കരയുന്നത്? അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഇതിനകത്തുനിന്ന് ഒരു പ്രവൃത്തി വെളിപ്പെടുന്ന രാത്രിയാ. ആർക്കും തടുക്കാൻ കഴിയാത്ത, ആർക്കും അടയ്ക്കാൻ കഴിയാത്ത, ആർക്കും ബന്ധിക്കാൻ കഴിയാത്ത, ആർക്കും മാറ്റി നിർത്താൻ കഴിയാത്ത, ആർക്കും അടിച്ചമർത്താൻ കഴിയാത്ത ഒരു വലിയ ദൈവപ്രവൃത്തി ഈ നാളുകൾ നീ ആഗ്രഹിക്കുകയാണോ? പ്രാർത്ഥിക്ക്. നിന്റെ കുടുംബത്തിനകത്ത് സ്നാനങ്ങൾ നടക്കുന്ന നാളുകളാ. പ്രൈസ് ദി ലോർഡ്. എനിക്കറിയത്തില്ല ഇതിനകത്ത് എവിടെയൊക്കെ സ്നാനങ്ങൾ നടക്കുന്നെന്ന്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിച്ചോ. എൻ്റെ കുടുംബത്തിനകത്ത് ദൈവാത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. ഏതൊക്കെയോ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു. ഏതൊക്കെയോ ദൈവത്തിൻ്റെ പൈതലിനോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക. ആമേൻ. യഹോവ ഇടിമുഴക്കി ഫെലിസ്ത്യ സൈന്യത്തെ അവര് പരിഭ്രമത്തിന്റെ അകത്തളങ്ങളിലേക്ക് അകപ്പെട്ടു പോയി. ദൈവത്തിന്റെ ഒറ്റ ഇടിമിന്നലിനകത്ത് സ്തോത്രം. 7-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം പറയുന്നു, ദൈവം ഒരു ഇടി അങ്ങോട്ട് അയച്ചു കൊടുത്തു. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി വായിച്ചേ 1 ശമൂവേലിന്റെ പുസ്തകം 7-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഒരു അത്ഭുതം തന്നെ ജനത്തിനകത്ത് ഈ രാത്രി പ്രവർത്തിക്കാൻ പോകുക. വായിച്ചോ. വൈഡഘടകം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫെലിസ്ത്യർ ഇസ്രായേലിനോട് പടക്കെടുത്തു. എന്നാൽ യഹോവ അന്ന് ഫെലിസ്ത്യരുടെ മേൽ വലിയ ഇടിമുഴക്കി അവരെ പരിഭ്രമിപ്പിച്ചു. അവർ ഇസ്രായേലിനോട് തോറ്റു. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ തന്റെ ജനത്തോട് പൊരുതുവാൻ പടയ്ക്കടുത്തു വന്നപ്പോൾ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? ഒരു പരിഭ്രമം അവരുടെ മേൽ അയച്ചു കൊടുത്തു. എങ്ങനെ? ആകാശത്തിൽ നിന്നൊരു ഇടി അവരുടെ മധ്യത്തിൽ അയച്ചു കൊടുത്തു ദൈവത്തിൻ്റെ ആത്മാവ്. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോ. പ്രൈസ് ദി ലോർഡ്. നീ പ്രാർത്ഥിക്കാൻ തയ്യാറാണ്, മുട്ടുമടക്കാൻ തയ്യാറാണെങ്കിൽ നിന്നോട് അക്കമിട്ട് ദിവസം കുറിച്ച് നാളുകൾ കുറിച്ചു വച്ച് നിന്നോട് ഫയറ്റ് നിൽക്കുന്ന ചില ഫയറ്റുകളെ ദൈവാത്മാവ് ഇന്ന് രാത്രി ആകാശത്ത് നിന്ന് ഇടപെടുന്ന രാത്രി എന്ന് പറഞ്ഞാൽ ഈ രാത്രി സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ചില ഇടപെടലുകൾ ദൈവാത്മാവ് ഇന്ന് രാത്രി കുടുംബത്തിലേക്ക് അയക്കാൻ പോകുകയാ. ഇതിനകത്ത് ആരോടൊക്കെ ദൈവാത്മാവ് ഇടപെടുകയാ? ഉടബലം ഇന്ന് രാത്രി ആത്മാവിൽ ഒന്ന് ഏറ്റെടുത്തോ. ഒരു ഇടപെടലുകൾ ഇന്ന് രാത്രി ചില ഫെലിസ്ത്യ സൈന്യത്തിന്റെ നേരെ നിനക്ക് പ്രാർത്ഥിക്കാൻ അനുവദിക്കാതെ, ഉപവസിക്കാൻ അനുവദിക്കാതെ, സ്വതന്ത്രമായി ഒന്ന് സംസാരിക്കാൻ അനുവദിക്കാതെ നിന്നെ പിന്തുടരുന്ന ചില ഫെലിസ്ത്യ ശക്തികളുടെ മേൽ ദൈവത്തിന്റെ ന്യായവിധിയുടെ പ്രവൃത്തി വെളിപ്പെടുന്ന രാത്രി എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ഇന്ന് രാത്രി സ്തോത്രം ചെയ്ത് ഏറ്റെടുക്കാൻ കഴിയും? ആമേൻ. അവൻ എത്ര ശക്തനാണെങ്കിലും ഈ രാത്രി നിന്റെ കാൽ കീഴ് വന്ന് നമസ്കരിക്കുന്ന രാത്രിയാ. ആമേൻ. ചുടമന രകൽഖന വൈഡകരാജകൽഖനാദി അവരുടെ സൈന്യത്തിന്റെ മേൽ ഒരു പരിഭ്രമം, പേടിച്ചു പോയി. അവരെല്ലാം അന്ധന്മാരായി പോയി, പേടിച്ച് കുറ്റാംകുറ്റി ഇരുട്ടിനകത്താക്കിപ്പോയി ദൈവം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ആരെന്നറിയാമോ? ആമേൻ.
തൻ്റെ ജനത്തിനെ സ്നേഹിക്കുന്ന, തൻ്റെ ജനത്തിൻ്റെ പിന്നാലെ സഞ്ചരിക്കുന്ന ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത്. ആമേൻ. അതവിടെ നിൽക്കട്ടെ. താഴോട്ട് നമുക്ക് വായിച്ചു വരുമ്പോൾ തന്നെ അടുത്ത യാക്കോബിൻ്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ 5-ാമത്തെ അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം യാക്കോബിനോട് ഇടപെട്ടു. തീർന്നില്ല കേട്ടോ. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ന്റെ 14-ാമത്തെ വാക്യം പറയുന്നു, വിധവയുടെ മാവും എണ്ണയും എന്ത് ചെയ്തു? വർദ്ധിപ്പിച്ചു ദൈവം. ആമേൻ. ഒരു വർദ്ധനവ് ഇതിനകത്ത്, ഒരു വർദ്ധനവ് ഇതിനകത്ത് ദൈവം തരിക. വായിക്കാമോ? യാക്കോബിന്റെ ലേഖനം, പ്രൈസ് ദി ലോർഡ്, 5:17 വായിച്ചു. യാക്കോബ് 5:17. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ ആരായിരുന്നു? സമസ്വരൂപമുള്ള, സമസ്വഭാവമുള്ള മനുഷ്യൻ. ആലോചന മറന്നു പോകരുത്. സമസ്വഭാവമുള്ള മനുഷ്യൻ. ഇങ്ങനെയുള്ളവരെ കിട്ടാൻ പാടാ കേട്ടോ. ഒരാവശ്യത്തിന് ഓടിയെത്തുന്നവൻ, വന്നാൽ വെറുതെ മുട്ടുമടക്കിയിട്ട് പോകുന്നവനല്ല. കരയും, ഓടയാനും കരയാനും. ഇന്ന് രാത്രി നീ തയ്യാറാണെങ്കിൽ ഇതിനകത്ത് പല രാജ്യത്തും പല ദേശത്തും പല ജില്ലയിലും ഇരുന്നു കൊണ്ട് ഈ മീറ്റിങ്ങിന് അകത്ത് അറ്റൻഡ് ചെയ്യുന്ന ദൈവവൈതലേ, നിനക്ക് വേണ്ടി ചില വാതിലുകൾ ദൈവം തുറന്നിട്ടിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. പലപ്പോഴും നീ ചിന്തിക്കുന്നുണ്ടല്ലേ ഇതെങ്ങനെ സംഭവിക്കുമെന്ന്. പക്ഷെ ഇന്ന് രാത്രി അവ സമസ്വഭാവമുള്ള മനുഷ്യനെന്ന് പറഞ്ഞാൽ നീ കരയുന്നതിന് മുൻപേ നിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണ് ഇതിനകത്ത് ഇറങ്ങി നിൽക്കുന്നവൻ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ആമേൻ. അടുത്ത അത്ഭുതം കേൾക്കണമോ? പ്രൈസ് ദി ലോർഡ്. ദേശത്ത് വെള്ളം കൊണ്ട് നിറച്ചു എന്ന് പറഞ്ഞാൽ ദേശത്ത് വെള്ളം. ജനത്തിന് എത്ര ജനമെന്നറിയാമോ? ആമേൻ. രാജാക്കന്മാരുടെ പുസ്തകം 2 രാജാക്കന്മാർ 3:16, 17, 18, 19, 20 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ആമേൻ 3:17 പറയുന്നത് ഇങ്ങനെയാണ്. ആമേൻ, സ്തോത്രം. നിങ്ങൾ താഴ്വരയിൽ അനേക കുഴികൾ എന്ത് ചെയ്യണം? വെട്ടുവീൻ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ മഴ കാണുകയില്ല. ഇന്ന് രാത്രി ആമേൻ, ഒരു പ്രതീക്ഷയും ഇല്ലാത്ത ഇടത്ത് നിന്ന് ഞാൻ നിന്നെ പോഷിപ്പിക്കും. ഒരു സാധ്യതയുമില്ല. ഇതെങ്ങനെ സംഭവിക്കുമെന്നൊരു സാധ്യതയുമില്ല. വായിക്കാം 3-ാമത്തെ അധ്യായം അതിൻ്റെ 16 മുതലുള്ള വാക്യങ്ങൾ. 2 രാജ. സ്തോത്രം. അവൻ പറഞ്ഞതെന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവിൻ. നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല. എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. സ്തോത്രം. ഇന്ന് രാത്രി താഴ്വരയിൽ ശൂന്യമാണ്, ഒരു പ്രതീക്ഷയുമില്ല. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷെ ദൈവം പറയുന്നു, ദൈവത്തിൻ്റെ അഭിഷക്തനായിരിക്കുന്ന യാമേ സ്തോത്രം ഏലിയാ പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്യണം? കുഴിവെട്ട്. ആമേൻ. എലിശ അവിടെ ഒരു അത്ഭുതം ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. എന്താ അവൻ ചെയ്ത അത്ഭുതം എന്നറിയാമോ? ആമേൻ, 2 പെൺകരടികൾ 42 ബാലന്മാരെ കീറിക്കളഞ്ഞു. എന്തിനാ? കളിയാക്കിയതാ. നിന്നെ കളിയാക്കിയെങ്കിലേ ഇന്ന് രാത്രി കളിയാക്കിയവനെ കീറിക്കളയുന്നൊരു ദൈവം വന്നിട്ടുണ്ട്. ആമേൻ. ഇന്നലെ വരെ നീ എന്റെ ചെപ്പടിയിൽ നിന്നവളാ. ഇന്ന് നിനക്കിത്തിരി പവർ കൂടുതലാ, നിനക്കിത്തിരി ഗമ കൂടുതലാ. നീ ഒരു ദിവസം കഴിയുമ്പോൾ സൗന്ദര്യം കൂടുന്നല്ലോ. എന്താ ഇതിന്റെ രഹസ്യം? എടാ, കുശുമ്പും കുണ്ടാണി ഇല്ലാത്തോണ്ടാ. തലയിലപ്പം മുടി അല്പം കുറഞ്ഞതേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഓരോ ദിവസം കഴിയുന്നവർ ഏതാ ലൗലി ഉപയോഗിക്കുന്നത്? ഒരു ലൗലി ഇല്ല. എന്റെ ലൗലി കർത്താവാ. സ്വത്രം പറ.
നിരാശകാമുകന്മാരെ പോലെ താടിയും വളർത്തി നീ നടക്കാതെ ആമേൻ അങ്ങോട്ട് ആടി പൊളിയായിട്ട് ആമേൻ കുട്ടപ്പനായി നടന്നു നോക്ക്. ആമേൻ സ്തോത്രം. ഇന്നലെ നോക്കിയവർ നിന്നും തിരിഞ്ഞും മറിഞ്ഞും നോക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലും വയ്യെന്നല്ല, ഹല്ലേലൂയ. കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ട്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കളിയാക്കുന്ന എലീശയെ 2 രാജ 2-ാം അധ്യായം 24-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 2 രാജ 2:24 ഒന്ന് വായിച്ചേ. അവൻ പിന്നോക്കം തിരിഞ്ഞ് അവരെ നോക്കി യഹോവ നാമത്തിൽ അവരെ ശപിച്ചു. അപ്പോൾ കാട്ടിൽ നിന്ന് 2 പെൺകരടി ഇറങ്ങി വന്ന് അവരിൽ 42 ബാലന്മാരെ കീറിക്കളഞ്ഞു. അവൻ അവിടം വിട്ട് കർമ്മേൽ പർവ്വതത്തിലേക്ക് പോയി അവിടെ നിന്ന് ശമരിയയിലേക്ക് മടങ്ങിപ്പോന്നു. അടുത്ത അത്ഭുതത്തിലേക്ക് അവർ മടങ്ങിപ്പോയി. സമയമില്ല, അഭിഷക്തന്മാർക്ക് സമയമില്ല. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന അഭിഷക്തന്മാരെ, നിങ്ങൾക്ക് സമയം ഇല്ലാതിരിക്കണം. നിങ്ങൾ എപ്പോഴും ജോലിയും തിരക്കും ശുശ്രൂഷയും ആ തലത്തിലേക്ക് നിങ്ങൾ മാറണം. മാറുമ്പോഴും പ്രാർത്ഥനയ്ക്ക് മുട്ടുമടക്കിക്കൊള്ളണം. സ്തോത്രം പറ. എലിശയെ നോക്കിയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് കേട്ടോ. എടാ പൊട്ടത്തലയാ, ആമേ കണ്ടം വയ്ക്കാറായല്ലോ, നിന്നെ ഇപ്പൊ ഞാൻ റെഡിയാക്കി തരും. ഇന്നലെയും നീ ഇതുവഴി പോയതല്ലേടാ പൊട്ടത്തലയാ, നിന്റെ മുടിയൊക്കെ തൊഴിഞ്ഞല്ലോ, വിക്ക് വയ്ക്കാറായല്ലോ, ആമേ എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തെ എന്ന് കളിയാക്കൽ. ആമേ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. എല്ലാ ദിവസവും കളിയാക്കിയിരുന്നപ്പോ ഒരു ദിവസം ഇവൻ ഇരട്ടി പങ്ക് പ്രാപിച്ച് മടങ്ങി വന്നത് ഇവർ അറിഞ്ഞില്ല. ശൂഡാമന റിഗമന വൈഡകര ജഗൽഖനാദി ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നീ ഇരട്ടി പങ്ക് പ്രാപിച്ചത് ആരും അറിഞ്ഞിട്ടില്ല. 1-2 വരെ 42 പേര് നിന്നെ ചുറ്റി വളയുന്നുണ്ട്. ഒരു വലിയ ജനത ചുറ്റി വളയുന്നുണ്ട്. കേട്ടോ, ദൈവത്തിന്റെ ആലോചന ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് നിന്നോട് വിളിച്ചു പറയുന്ന ആലോചന ഇതാണ്. ആമേ ദൈവകുഞ്ഞെ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഇന്ന് രാത്രി മറുപടി തന്നെ രാത്രിയാ. കളിയാക്കട്ടെ, നിന്നെ കളിയാക്കട്ടെ, പക്ഷെ നീ ഇരട്ടിപ്പങ്ക് പ്രാപിക്കേണ്ട സമയം ആസന്നമായിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ ഇരട്ടിപ്പങ്ക് പ്രാപിച്ചോളണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരട്ടിപ്പങ്ക് പ്രാപിക്കേണ്ട ദിവസമായിട്ടുണ്ട്. കേട്ടോ, ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ആരോടൊക്കെ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, ഒരു ഇരട്ടിപ്പങ്ക് ഇന്ന് രാത്രി പ്രാപിച്ചെടുക്കാൻ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുക. നിന്നെ ഇന്നലകളിൽ കളിയാക്കിയ, നിന്നെ പരിഹസിച്ച, നിന്നെ മാറ്റി നിർത്തിയ, നിന്നെ അവഗണിച്ച, ഓ പ്രൈസ് ദി ലോർഡ്, നിന്നെ പല കുറ്റങ്ങളും പറഞ്ഞ് കണ്ടുപിടിച്ച് നീ അറിയാത്ത വാർത്തകളും നീ കേൾക്കാത്ത ശബ്ദങ്ങളും ആമേ സ്തോത്രം അവർ പറഞ്ഞു പരത്തി നിന്നെ ഒരു വലിയ ഒരു വേദനാജനകമാക്കി ആമേ ഒരു പ്രൈസ് ദി ലോർഡ് ആമേ ശത്രു ഇങ്ങനെ ആമേ വരച്ചു കാണിക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് അത് ശക്തമായി ഇടപെടുകയാ. ആമേ നീ ഒരു ഇരട്ടി പങ്ക് പ്രാപിക്കാൻ ഇന്ന് രാത്രി തയ്യാറാകുമെങ്കിൽ എലീശയ്ക്ക് പറയാൻ കഴിയും, ഒറ്റ പ്രാർത്ഥന. ആമേൻ. ഒറ്റ പ്രാർത്ഥന. ആമേൻ. ഒറ്റ പ്രാർത്ഥന. ആമേൻ. ജോബി ദേശത്തിൽ പ്രാർത്ഥിച്ചോ. വരും ദിവസങ്ങളിൽ ഉപവസിച്ചോ, പ്രാർത്ഥിച്ചോ. ഈ നാളുകളിൽ ആമേൻ നിന്റെ തകർച്ച കാണാൻ ആഗ്രഹിച്ച് നിൽക്കുന്നവര്, നിന്നെ ഇല്ലാത്ത കഥകൾ പറഞ്ഞുണ്ടാക്കി നിന്നെ തകർക്കാൻ നോക്കി നിൽക്കുന്ന ആമേ ചില വ്യക്തികൾ ആമേ സമയം കണ്ടെത്തി നിന്നെ ഒതുക്കി കിട്ടാൻ, നിന്നെ ഒന്ന് തകർത്ത് കിട്ടാൻ നോക്കിയിരിക്കുന്ന ചില വ്യക്തികളുണ്ട്. കേട്ടോ ആമേ ജോബി, ദൈവത്തിന്റെ ആത്മാവെന്ന് രാത്രി വിളിച്ചു പറയുന്നു, നിന്റെ പ്രാർത്ഥന വിലപ്പെട്ടതെന്ന് പരിശുദ്ധാത്മാവെന്ന് രാത്രി ആലോചന കൈമാറുകയാ. ജോബി പ്രാർത്ഥിച്ചോ. ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു, ആമേൻ ആമേൻ, എലീശയുടെ മേൽ പകർന്ന ദൈവത്തിന്റെ അഭിഷേകത്തിനായി നീ പ്രാർത്ഥിക്ക്. ദൈവകരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്ക്, ദൈവസ്ഥനിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്ക്. ദൈവത്തിന് നിന്നോടൊന്ന് രാത്രി ഇടപെടുവാനുണ്ട്. ശബലബരഗതുനി വൈഡകരാജകൽക്കനാദി. കണ്ടോ, ഇവിടെ 42 ബാലന്മാരെ 2 പെൺകരടി കീറിക്കളഞ്ഞു. അല്ലേ, 2 പെൺകരടികൾ. ഇത്ര ശക്തിയാണോ പെൺകരടിക്ക്? കാരണം വേട്ടയാടുന്നതൊന്നും ആ പെണ്ണ. ആമേൻ, പ്രൈസ് ദി ലോർഡ്. കാട്ടിൽ കിടക്കുന്നത് പലതും
വേട്ടയാടുന്നത് സിംഹമല്ല, സിംഹിയ. ആമേൻ. വേട്ടയാടുന്നത് സിംഹം അങ്ങനെ വേട്ടയാടാറില്ല. ആമേൻ. സിംഹിയാണ് വേട്ടയാടുന്നത്. എസ്കേലിന്റെ പുസ്തകം 19 നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. നിന്റെ അമ്മ ആരായിരുന്നു, അവൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്, എങ്ങനെയാണ് നിങ്ങൾ വളർത്തിയിരുന്നൊക്കെ ആ കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്, വായിക്കണ്ട. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇന്ന് രാത്രി ദൈവാത്മാ പറയുന്നത്, നിനക്ക് ബലമില്ല, നിനക്ക് ശക്തിയില്ല, നിനക്കെന്നെ കൊണ്ട് കഴിയത്തില്ല, നീ ഇങ്ങനെയൊക്കെ പോകത്തുള്ളൂ എന്ന് പറഞ്ഞ് അടച്ചു നിർത്തുന്നവരുടെ മുൻപിൽ ആമേ ദൈവദാസുനെ ദൈവദാസിയെ, അഭിഷക്തനെ അഭിഷക്തയെ, പിതാവേ മാതാവേ, ആമേ സ്തോത്ര കുഞ്ഞുങ്ങളെ ദൈവാത്മാവിന്റെ രാത്രി വിളിച്ചു പറയുന്നു, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരേണ്ട സമയമായി. ആമേൻ. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരേണ്ട സമയമായി. അതുകൊണ്ട് കളിയാക്കുന്നവർ കളിയാക്കിക്കോട്ടെ, പക്ഷെ നിന്റെ വീട്ടിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന നാഴിക വിദൂരമല്ല. ഹല്ലേലൂയ. നടക്കത്തില്ലെന്ന് പറയുന്നത്, നടക്കില്ല എന്ന് പറയുന്ന വിഷയത്തിൽ, നടക്കില്ല എന്ന് പറയുന്ന വിഷയത്തിൽ ദൈവപ്രവൃത്തി അയക്കാൻ പോകുക. കേട്ടോ, നടക്കില്ല, നടക്കില്ല, ഇതുകൊണ്ട് നടക്കത്തില്ല, ഒതുങ്ങത്തില്ല, ഇതിന് ആമെ മുമ്പിലോട്ട് പോയാൽ ശരിയാകത്തില്ല എന്ന് പറഞ്ഞ് ആമെ സ്തോത്രം ഇരിക്കുന്നവരുടെ മുൻപിൽ ദൈവം പറയുന്നു, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്ന നാഴിക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, എലിശ ഇരട്ടിപ്പങ്ക് പ്രാപിച്ചു വന്നപ്പോൾ ചെയ്ത ശുശ്രൂഷകൾ കണ്ടോ. ആദ്യത്തെ ശുശ്രൂഷ, അവന്റെ മുൻപിൽ 52 പേര് മുട്ടുമടക്കി. ഹല്ലേലൂയ. 1 2 അല്ല കേട്ടോ, ഒരു കൂട്ടം 52 പേര് എലിശയുടെ മുമ്പിൽ കമഴ്ന്നു. ഹല്ലേലൂയ. ആമേൻ. ഓയ്ക്കേ, യോർദാനിലെ വെള്ളത്തെ വറ്റിച്ചവൻ കരയ്ക്ക് കയറിയപ്പോൾ, പ്രൈസ് ദി ലോർഡ്, യെരിഹോവിലെ ചീത്ത വെള്ളത്തെ ഉപ്പിട്ട് ആമേൻ പഥ്യമാക്കി. 2 രാജ 2:22. കാരണം ഈ വെള്ളം അവിടെ ഉള്ളിടത്തോളം കാലം, വർഷങ്ങളായി ഒരു കുഞ്ഞു പോലും ജനിക്കുന്നില്ല, ജനിക്കുന്നതെല്ലാം ചത്തുപോകുന്നു. ദേശത്ത് ഒരു വലിയ സംഭവം പടർന്നു നിൽക്കുകയാണ്. ഇന്ന് രാത്രി ഇതിനകത്ത് ദൈവപൈതലേ, നീ ആയിരിക്കുന്ന പട്ടണത്തിൽ ചില അനിഷ്ടമായ സംഭവങ്ങൾ നടക്കാതിരിക്കണമെങ്കിൽ നീ ഇരട്ടി പങ്ക് പ്രാപിച്ച ദൈവസന്നിധിയിൽ ഉന്മയോടെ നിൽക്കണം. ഇന്ന് രാത്രി വായിച്ചേ, 2:22 വായിച്ച്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എലീശ പറഞ്ഞതുപോലെ ആ വെള്ളം പഥ്യമായി തന്നെ ഇരിക്കുന്നു. എലീശ അവൻ പറഞ്ഞതുപോലെ, അതിന്റെ 20ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിച്ച്. 2:20 മുതൽ ഒന്ന് വായിച്ച്. ഇരിപ്പിടത്ത് കഴിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിന് പ്രവർത്തിപ്പാൻ ഇന്ന് രാത്രി തയ്യാറാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പ്രശ്നമുണ്ടാക്കുന്ന വെള്ളമാണെങ്കിലും ഒറ്റ പ്രാർത്ഥന. തൻ്റെ ഭക്തനായ ആമേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എലിശ ഇരട്ടിപ്പങ്ക് പ്രാപിച്ചു വന്ന വഴിയിൽ തന്നെ നാളുകളായിരിക്കുന്ന പട്ടണത്തെ കണ്ടു പറയാം, പട്ടണത്തിന് ഇരിപ്പ് കൊള്ളാം. ആഹാ, നല്ല ഇരിപ്പാ കേട്ടോ, പട്ടണത്തിൻ്റെ ഇരിപ്പ് ഭംഗിയാ. പക്ഷേ ഇതിനകത്തുള്ള വെള്ളം എന്താണ്? ചീത്തയാണ്, ഗർഭനാശമാണ്. ഒന്നും ആമേ സ്തോത്രം അനുഗ്രഹം പ്രാപിക്കാൻ കഴിയുന്നില്ല. ജനിക്കുന്നതെല്ലാം ആമേ